51 സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം. യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. അനേക പ്രാർത്ഥനാ മീറ്റിംഗുകളിൽ ഒരു പ്രസംഗ വിഷയമാണ് ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റി. പ്രിയമുള്ളവർ, എന്നാൽ അത് നമ്മൾ അതിന്റെ മോൾഭാഗം നോക്കുമ്പോൾ 53-ാം അധ്യായത്തിന്റെ സങ്കീർത്തനങ്ങൾ 53-ന്റെ ആദ്യം നമ്മൾ കാണുമ്പോൾ എന്താണ് സ്ഥിതി എന്ന് അവിടെ പറയുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. എല്ലാവരും ഒരുപോലെ പിൻവാങ്ങി കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. 4-ാം വാക്യത്തിന്റെ ഈ പാട്ട് പറയുന്നു, ദൈവത്തോട് അവർ എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ സ്ഥിതികൾ മാറുന്ന കാര്യമാണ് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. അതായത് നന്മ ചെയ്യുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ഒക്കെ അവർ വീണ്ടും തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. സാമുവേൽ 12-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ സാമുവേൽ പറയുകയാണ്, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ ദൈവത്തോട് പാപം ചെയ്യുവാൻ ഇടവരാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തോട് പ്രാർത്ഥിക്കാത്തത് ഒരു പാപമാണ്. പ്രയർലെസ്നെസ് ഈസ് എ സിൻ. അതൊരു പാപമാണ്. പ്രിയമുള്ളവരെ, ഇനി പഴയ നിയമത്തിലെ ചില പ്രാർത്ഥന മനുഷ്യരുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ കുറിച്ച് ചില വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിച്ചിട്ട് എന്താണ് യഥാർത്ഥ പ്രാർത്ഥന, അതിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം എടുത്തിട്ട് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 25 വേഴ്സ് 20 and 21. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 20-21 വാക്യം ആരെങ്കിലും ഉറക്കെ വായിച്ചാട്ടെ. 25-ാം അധ്യായത്തിന്റെ 20 മുതൽ വായിച്ചാട്ടെ. ഇസ്ഹാക്കിന് 40 വയസ്സായപ്പോൾ 21-ാം വാക്യം. ഐസക് prayed for his wife. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ വായിക്കുന്നു, 40 വയസ്സുള്ളപ്പോൾ ഇസ്ഹാക്ക് വിവാഹം കഴിച്ചു. ഇസ്ഹാക്കിന് മക്കൾ ഉണ്ടായില്ല. മക്കൾ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഷി വാസ് ബാരൻ. ആരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ശ്രദ്ധിച്ചോ, ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഇസ്ഹാക്ക് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഒരു വാക്ക് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളുടെ ഭാര്യമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ വൈകുന്നേരത്തെ മീറ്റിംഗിൽ നിങ്ങളുടെ വീട്ടുപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമായിരിക്കാം. കർത്താവെ, നീ എനിക്ക് കൂട്ടായി തന്ന ഭാര്യയോട് പ്രാർത്ഥിക്കുന്നൊരു വാക്ക് പറയുമായിരിക്കാം. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എത്ര ഭർത്താക്കന്മാരുടെ ഇരിപ്പുണ്ട്? സക്രിയന്റെ The Secret of the Spiritual Life എന്ന് പറഞ്ഞ പുസ്തകത്തിൽ Praying for a Wife എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ നീണ്ട 8 പേജുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഈ 8 പേജുകളിൽ ഓരോ വിഷയങ്ങൾ, ഹൗ ടു പ്രേ, എങ്ങനെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ലിസ്റ്റ് കണ്ടപ്പോൾ അതിശയപ്പെട്ടു പോയി. ഇത്രയും കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കണമോ? നിശ്ചയമായി. പ്രിയമുള്ളവരെ, ദുഃഖകരമായ അവസ്ഥ ഞാൻ പറയട്ടെ. പല വീടുകളിലും പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം സഹോദരന്മാർ ഭാര്യമാരെ ഏൽപ്പിച്ചിരിക്കുക. ഞങ്ങൾ തിരക്കുള്ളവരാ, ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭാര്യയോർത്ത് പ്രാർത്ഥിക്കാനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. പ്രിയമുള്ളവര്, ദൈവത്തിൽ വായിക്കുകയാണ്, ഇസ്ഹാക്കിന്റെ പ്രാർത്ഥനയാണ്
ദൈവം കേട്ടത്. ഇസ്ഹാക്കിന്റെ പ്രാർത്ഥന കേട്ടിട്ടാണ് ദൈവം അവർക്ക് ദൈവ കുഞ്ഞുങ്ങളെ കൊടുത്തത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി സമയമെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കാത്തൊരു വ്യക്തിയാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഓരോരുത്തൻ താന്റെ ഭാര്യമാരെ സ്നേഹിക്കണമെന്നുള്ള ദൈവവചനത്തെ നിങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട് നിങ്ങൾ പാപം ചെയ്യുന്നുവെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. ഐസക് പ്രേയ്ഡ് ഫോർ ഹിസ് വൈഫ്. പ്രിയമുള്ളവരെ, ചോദിക്കട്ടെ, നാം ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് നാം ചിന്തിക്കുക. നിങ്ങളുടെ ഭാര്യമാരെ ഓർത്ത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കാരണം കുടുംബം വളരെ പ്രധാനമാണ്. കുടുംബജീവിതം വളരെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അവിടെ പ്രാർത്ഥന ഉത്തരവാദിത്വം ക്രിസ്തു ഭർത്താക്കന്മാരെയാണ് തലയാക്കി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. 53 സംഘത്തക്കാരൻ പറയുകയാണ്, ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. വീണ്ടും വായിക്കാം, യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം വേഗത്തിൽ. അവന്റെ പുത്രന്മാർ ഓരോരുത്തർ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും. ഇയ്യോബിന്റെ വീട്ടിലെ വിരുന്നിനെ കുറിച്ച് പറയുകയാണ്. അവന്റെ പുത്രന്മാർ ഓരോരുത്തരും താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. 5-ാം വാക്യം. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് തിരിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ്, തിരിച്ചു പോയില്ല കേട്ടോ, ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. അവർ പാപം ചെയ്ത് പോയില്ല. ഈ വിരുന്ന് കഴിയുമ്പോൾ അവരെങ്ങാനും പാപം ചെയ്ത് പോയേക്കാമെന്ന് വിചാരിച്ച് ഇയ്യോബ് അവർക്ക് വേണ്ടി ഇവിടെ സാക്രിഫൈസാണ്. വളരെ രാവിലെ എഴുന്നേറ്റ് അവന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടാകാവുന്ന ഏറ്റവും നല്ല സ്കൂൾ നമ്മൾ അയക്കുന്നുണ്ട്. നമ്മളവർക്ക് ട്യൂഷൻ തന്നെ നമ്മൾ അവരെ പറഞ്ഞു വിടുന്നുണ്ട്. നമ്മൾ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര കുടുംബങ്ങൾ തങ്ങളുടെ മക്കളെ ഓർത്ത് യഥാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഇയ്യോബിനെ പോലെ അവരെങ്ങാനും ഹൃദയം കൊണ്ട് അവര് പറയാണ്, ഹൃദയം കൊണ്ട് ധരിച്ചു പോയി, പുറമേ അല്ല കേട്ടോ, ഹൃദയം കൊണ്ട് ധരിച്ചു പോയേക്കാമെന്ന് വിചാരിച്ച് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ദൈവസന്നിധി ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി കൊടുക്കാം. 42-ാം അധ്യായം, യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ജോബ് ചാപ്റ്റർ 42 verse 10. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. മതി. ജോബ് പ്രേയ്ഡ് ഫോർ ഹിസ് ഫ്രണ്ട്സ്. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടി, നിങ്ങളായിരിക്കുന്ന ഓഫീസിൽ നിങ്ങളുടെ കൂടെ പഠിച്ചവര്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ പറയാം, ആത്മീയരല്ലാത്ത ആളുകളുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരുണ്ട്. ഓഫീസില്, ലോകത്തിൽ പല ഇടങ്ങളിൽ നമ്മൾ പലരെയും കാണുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എത്ര പേര് നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? ഒരു ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, അവർ കർത്താവ് യേശുവിനെ അറിയണം, അവർ യേശുവിന്റെ നാമത്തെ അവര് വിളിച്ചപേക്ഷിക്കണം, അവർ രക്ഷ പ്രാപിക്കണം, അവർ ദൈവത്തെ അറിയണം. ഞാൻ അറിഞ്ഞ ദൈവത്തെ എന്റെ കൂട്ടുകാർ അറിയണം, എന്റെ സ്നേഹിതന്മാർ അറിയണം. നിങ്ങൾ പറയുമായിരിക്കാം, സഹോദരൻ, ഞങ്ങളിപ്പം അതിനൊക്കെ ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡാ. കാരണം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പുതിയ നിയമത്തിൽ പറയുന്നത്? എന്തോ ശത്രുക്കൾക്ക് വേണ്ടി. പ്രിയമുള്ളവർ, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവർ പിന്നെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? നെവർ. സ്വന്തം ഏറ്റവും അടുത്ത സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി ഒരിക്കലും ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ജോബ്, അപ്പൊ ജോബിന്റെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ജോബ് പ്രേയ്ഡ് ഫോർ ഹിസ് ഫ്രണ്ട്സ്. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൊലോസ്യർ 4-ാം അധ്യായം
അതിന്റെ 12-ാം വാക്യം. കൊളോസ്യൻസ് ചാപ്റ്റർ 4 and verse 12 and 13. കൊളോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊളോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. നിങ്ങളിൽ ഒരുത്തനായി അതെ, വീണ്ടും നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി തീരേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ഫോർ ദ ചർച്ച്. അതിന്റെ അടുത്ത വാക്യങ്ങളോട് വായിക്കുമ്പോഴാണ് അത് ഏറ്റവും മനോഹരമാകുന്നത്. അടുത്ത വാക്യങ്ങളോട് വായിക്കാം. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും പിന്നെ ക്ഷീരപ്പൊലിക്കാർക്കും അവൻ എന്ത് ചെയ്യുക? അത് വായിച്ചാൽ അവൻ എന്ത് ചെയ്യാണ്? അവൻ വളരെയധികം പ്രയാസപ്പെടുന്നു എന്നതിന് ഞാൻ സാക്ഷി. എന്തോ പ്രയാസപ്പെടുന്നത്? പ്രിയമുള്ളവരെ, ഇത് എഴുതുമ്പോൾ അത് ഈ എപ്പഫ്രാസ് കൊളോസ്യ സഭയിൽ നിന്ന് വളരെ ദൂരെ ഒരു സ്ഥലത്താണ്. പൗലോസിനോട് കൂടി എപ്പഫ്രാസ് ദൂരെ ഒരു സ്ഥലത്താണ്. അവിടെ വെച്ചുകൊണ്ട് അതെ പൗലോസ് എഴുതുകയാണ്, അതെ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ തികഞ്ഞവരും ദൈവദിനം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു. അവൻ എത്രയധികം പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. എപ്പഫ്രാസ് പ്രേ ഫോർ ദി ചർച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേര് നിങ്ങളായിരിക്കുന്ന ഈ ചർച്ചിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു? ദിസ് ചർച്ച് ബിലോങ്സ് ടു ഗോഡ്. ദൈവത്തിന്റെ സഭയാണ്. എത്ര പേര് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും വേണ്ടി, പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ ആളുകൾക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, സംഘക്കാരൻ പറയുകയാണ്, ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുന്നില്ല. യഥാർത്ഥമായ പ്രിയമുള്ളവരെ, മുറ്റിൽ നിന്ന് നാം കരയുക, കർത്താവേ എന്റെ പ്രാർത്ഥന കുറവിനെ എന്നോട് ക്ഷമിക്കണമേ. പ്രയർലെസ്നെസ് ഈസ് എ സിൻ. അതൊരു പാപമാണ്. ഞാൻ വായിച്ചത്, കർത്താവേ ഐസക് പ്രേഡ് ഫോർ ഹിസ് വൈഫ് ഇസ്ഹാക്കിന്, അത് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവൻ എത്ര ഉത്സാഹത്തോടെ അവൻ വീണ്ടും 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 അവൻ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഇയ്യോബ് തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഇയ്യോബ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എപ്പഫ്രാസിത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങൾ അത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ എടുക്കണ്ട. അവിടെ പറയുന്നു, മോശ അതെ ഇസ്രായേൽ ജനം അതെ അമാലേക്യർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോശ പർവ്വതത്തിന്റെ മുകളിൽ കയറി മോശ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ അതൊരു പ്രാർത്ഥനയായിരുന്നു. ആ മോശയുടെ കൈകൾ ഉയർന്നപ്പോഴൊക്കെയും ഇസ്രായേൽ ജയിച്ചു. മോശയുടെ കൈകൾ താഴപ്പോഴൊക്കെയും ഇസ്രായേൽ പരാജയപ്പെട്ടു. പ്രിയമുള്ളവരെ, അതൊരു ഇന്റർസെഷനാണ്. മോസസ് പ്രേഡ് ഫോർ ഹിസ് നേഷൻ. മോശ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ താമസിക്കുന്ന ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഇവിടെ എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി അതെ പ്രാർത്ഥനയും അതെ പക്ഷപാതവും സ്തോത്രവും ദൈവത്തിന്റെ കൽപ്പന സകലത്തിന് മുമ്പേ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഞാൻ 4 വചനങ്ങൾ മാത്രമേ വായിച്ചുള്ളൂ. ദൈവവും ഭാഗം നമുക്ക് സമർപ്പിക്കാം. എന്റെ വരൾച്ചയുടെ കാരണം വേറെ ആരും നിങ്ങൾ പരിവെക്കരുത്. എന്റെ പ്രാർത്ഥനയില്ലാത്ത ജീവിതം ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ സഹോദരന്മാർ ചിന്തിച്ചേക്കാം, സഹോദരിമാർ വീട്ടിലല്ലേ ഇരിക്കുന്നത്, അവർക്ക് ഒത്തിരി സമയം. ഒരുപക്ഷെ പ്രിയമുള്ളവരെ, അവർക്ക് ആത്മീയമാർക്ക് കുറച്ചുകൂടെ നിങ്ങളെക്കാളും സമയങ്ങൾ ലഭിച്ചതുകൊണ്ട് പ്രാർത്ഥിക്കണം നിർബന്ധമില്ല. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു കാര്യം എന്തുകൊണ്ട് കടന്നു വരുന്നില്ല? പ്രാർത്ഥന എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ബോറായി മാറുന്നു? കഴിഞ്ഞ ദിവസം സൗകര്യങ്ങൾ ചോദിച്ചു, അനേകം ചോദിക്കുന്ന ചോദ്യമാണ്, ബ്രദറെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാൻ എന്താണെന്നറിയോ? മൊത്തം ചിന്തകൾ. ചില പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുക, പക്ഷെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുക? ഉറങ്ങിപ്പോവുക. ഇനി നമ്മൾ പല പല കാരണങ്ങൾ നമ്മൾ പറയുമായിരിക്കാം.
പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് വേണ്ടിയോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ, നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടിയോ, നമ്മുടെ ചർച്ചിന് വേണ്ടിയോ, നമ്മുടെ ദേശത്തിന് വേണ്ടിയോ, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കണമെങ്കിൽ നാം പ്രാർത്ഥനയുടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഞാനിത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കും. എന്താണ്? അവർ ഫാദർ ഇൻ ഹെവൻ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേന് എന്നാ പറയാം, നമ്മുടെ ഈ കുറെ വർഷങ്ങളായതുകൊണ്ട് പാരമ്പര്യത്തിന്റെയും റിലീജിയന്റെയും അതെ പുകമറ കയറി പിടിച്ചിട്ട് ദൈവവുമായിട്ട് ഹൃദയപൂർവ്വം ഒന്ന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഒരുപക്ഷെ പായിട്ടായിരിക്കാം, സഭയിലായിരിക്കാം, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, പരിശുദ്ധ പിതാവേ, നമ്മൾ റെക്കോർഡ് ചെയ്ത പോലെ പ്രാർത്ഥന, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് ശ്രദ്ധിച്ചാൽ മതി. കർത്താവേ, രാവിലെ എഴുന്നേറ്റ് നീ ഞങ്ങളെ സഹായിച്ചു, വൈകുന്നേരം ഇന്ന് വരെ രാവിലെ മുതൽ വൈകുന്നേരം വരാമായിരിക്കുന്ന സകല ആപത്തുകളിൽ നിന്നും നീ ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. പിന്നെന്നാ എല്ലായിടത്തും തന്നെ പിന്നെ വേറെ എന്താണെന്നറിയോ, പിന്നെ വേറെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നീ നടത്തി തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ ദൈവം പ്രാർത്ഥിക്കാൻ പുതിയ നിയമത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നതിനോട് ചേർന്ന് ഒരു വാക്കുണ്ട്. എന്തെന്നറിയാമോ? പിതാവ്. നിങ്ങൾ പുതിയ നിയമം മുഴുവൻ വായിക്കുക. എവിടെ യേശു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ടോ അവിടെ എല്ലാം ഒരു വാക്കുണ്ട്, ഫാദർ. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. അതെ, അവിടെ പറയുകയാണ്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയടച്ച് രഹസ്യത്തിൽ നിന്നെ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ നിന്നെ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അവർ അതെ ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ, ഉള്ളവർക്ക് പറയാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ഏതൊരു പിതാവാണ് മകൻ അപ്പം ചോദിച്ച കല്ല് കൊടുക്കുന്നത്? ലൂക്കോസ് 11 പറയുന്നു, മുട്ട ചോദിച്ച തേളിനെ കൊടുക്കുന്നത്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗീയ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പ്രിയമുള്ളവരെ, ദൈവം ഒരു പിതാവാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ലഭിക്കാത്തിടത്തോളം ഞാൻ പറയാം, നമ്മുടെ പ്രാർത്ഥന ഒരു ചടങ്ങാണ്. അതിനകത്ത് നമ്മൾ ഉറങ്ങിയില്ലേ അടിച്ചു. നിങ്ങൾ യേശുവിനെ നോക്കുക. യേശുവാണ് നമ്മുടെ മാതൃക. യേശു ഗെത്സമനെ തോട്ടത്തിൽ അവൻ കവിഞ്ഞു വീണിട്ട് പ്രാർത്ഥിച്ചെന്നറിയാമോ? അബ്ബ പിതാവേ, അവിടത്തേക്ക് എല്ലാം കഴിയും. റോമലേഖനം 8-ാം അധ്യായത്തിൽ നാം ദൈവത്തിന്റെ മക്കളെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറഞ്ഞിട്ട് പറയുകയാണ്, നാം മക്കളാകൊണ്ട് ചേർന്ന് പറയുക, നാം മക്കളാകൊണ്ട് അതിന് മുമ്പൊരു കാര്യം പറയുന്നുണ്ട്. നാം മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നമുക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇനി നീ ഗലാത്യർ പറയുകയാണ്, അങ്ങനെ ഇനിമേൽ നിങ്ങൾ ദാസന്മാരല്ല പുത്രന്മാരും അത്രേ. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ KJV ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അബ്ബാ ഫാദർ എന്ന് പറയുന്നിടത്ത് അബ്ബ എന്നൊരു വാക്ക് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ നടന്ന ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയും. ആ അബ്ബ എന്നുള്ളത് അവർ അതുപോലെ അബ്ബ എന്ന്. ഈ അബ്ബ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ഇവിടെ ആരും ആരുടെ പിതാക്കന്മാരെ അബ്ബ എന്ന് വിളിക്കുന്ന ഉണ്ടോ? ABB അബ്ബ ഇല്ല, അബ്ബ എന്ന് വിളിക്കുന്നവരാ. ഒരിക്കലും ദൈവദാസൻ ഗ്രീസിൽ അദ്ദേഹം ഒരു ചെറിയ ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു ടൗണിൽ താമസിക്കുകയാണ്. ഗ്രീക്കിലെ ചില വാക്കുകളൊക്കെ പഠിക്കാൻ വേണ്ടി അദ്ദേഹം കസേരയിട്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ കുറച്ച് ദിവസത്തിന് വേണ്ടി പോയതാ. ഉമ്മറൊക്കെ ഇരുന്നപ്പോൾ ഒരു കൊച്ച് അമ്മ നടന്നു വരിക. കൊച്ച് ഗ്രീക്ക് ഭാഷയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിക്കുക, മാമാ മാമ. അദ്ദേഹത്തിന് മനസ്സിലായി മാമ എന്ന് പറഞ്ഞവിടെ അർത്ഥം എന്താ? അമ്മ. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മനുഷ്യൻ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വരിക. ഈ കൊച്ചോടി
ഇവിടുന്ന് അറിഞ്ഞുകൊണ്ട് അപ്പ 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 എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് കയ്യെ തൂങ്ങുക. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഈ അപ്പ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം അപ്പൻ എന്നാണ്. ഡാഡി എന്നാണ് അർത്ഥം, പപ്പ എന്നാണ് അർത്ഥം, അപ്പച്ച എന്നാണ് അർത്ഥം, അപ്പ എന്നാണ് അർത്ഥം. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഈ റിലീജിയൻ, പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ, പെന്തക്കോസ്തൽ റിലീജിയൻ നമ്മളെ കയറി അറ്റാക്ക് ചെയ്ത് പാരമ്പര്യങ്ങൾ വന്ന് പറന്ന് പിടിച്ചു പരീക്ഷനെ പോലെ നമ്മൾ രാവിലെ വൈകിട്ടും പരിശുദ്ധനായ കർത്താവേ ആർക്കും അടുത്തുകൂടാത്തവനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുന്നതിന്റെ കാരണം ഞാൻ പറയാം, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇനി പിതാക്കന്മാരോടിരിപ്പുണ്ട്, മാതാക്കന്മാരിരിപ്പുണ്ട്, അല്ലെ ഏതെങ്കിലും ഭവനങ്ങളിൽ, നമ്മളെല്ലാം ഭവനങ്ങളിൽ നിന്നുള്ളവരാണ്. ശ്രദ്ധിക്കണമേ, വാട്ട്സ് ദ മീനിങ് ഓഫ് ദ വേർഡ് അപ്പ? അത് പറഞ്ഞാൽ മതി, എന്റെ പ്രശ്നം അവസാനിക്കുക. എന്താണ് അപ്പ? അപ്പ ശരിക്കും പറഞ്ഞാൽ, ഞാൻ നിങ്ങൾ ഒരു അപേക്ഷ വെക്കാം, നിങ്ങൾ ഇനി ഒരു ബൈബിള് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ മലയാളം വേർഷനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, നിങ്ങളുടെ അപ്പ എഴുതരുത്, നിങ്ങൾ ഏറ്റവും പ്രിയമായി പറയുന്ന ഡാഡി എന്നോ പപ്പ എന്നോ അപ്പച്ച എന്നോ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അവിടെയാണ് അതിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ജോലി കഴിഞ്ഞ് വരിക, ശ്രദ്ധിക്കണം. യേശുദാനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചേ. നിങ്ങളുടെ 3-3.5 വയസ്സുള്ള കൊച്ച്, നിങ്ങളുടെ വീട് ഒരു വലിയ മിച്ചമുള്ള ഒരു വീടാണ് കരുതുക. 3-3.5 വയസ്സുള്ള കൊച്ച് അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അവനോ നിങ്ങൾ ഗേറ്റ് കടന്നുകൊണ്ട് വരുമ്പോഴത്തേന് ഇപ്പോൾ ഓടി അങ്ങോട്ട് ഇങ്ങനെ ഇവിടെ ഓടി വന്നിട്ട് ഇദ്ദേഹം ബാഗൊക്കെ ലാപ്ടോപ്പ് ഒക്കെ വരിക. ഈ കൊച്ചെന്തിയെന്നറിയോ? കയ്യിലോട്ട് ഞാൻ കിടന്നിട്ട് അപ്പ അപ്പ ഡാഡി അപ്പച്ച എന്താണ് വിളിക്കുന്നത്? ഡാഡി 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 എന്ന് വിളിച്ച് വീട്ടിലോട്ട് പോകണ്ട ഈ പുള്ളിക്കാരനെ തിരിച്ചു വലിച്ച് അവിടുത്തെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി ഇവരെല്ലാം ഈ കൊച്ചു രാവിലത്തെ കഥകളും സ്കൂളിലെ കഥകളും എല്ലാം വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പ നിങ്ങളുടെ മുന്നിൽ പനിയായി 100, 101, 102 ഡിഗ്രി, അത് പനി ഇങ്ങനെ കൂടുക. ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. എ ചൈൽഡ് മോൺസ് റെസ്റ്റ്ലെസ്ലി ഇൻ ദ ബെഡ് ബേണിംഗ് വിത്ത് ഫീവർ. കഠിനമായ പനി കൊണ്ട് നിങ്ങളുടെ 2-3 വയസ്സുള്ള ആ കുഞ്ഞ് അവൾ ഞരങ്ങിക്കൊണ്ടിരിക്കുക. The father lovingly placed his hands on her forehead. അപ്പം വന്നിട്ട് പതുക്കെ, അവന് വിഷമമുണ്ട്, പതുക്കെ ആ കൈയെടുത്ത് ആ ധരിക്കുന്ന കൊച്ചുകുട്ടിയാ അവളുടെ നെറ്റിയെ വെച്ചു. And the child faintly whispers, Appa. All these in the world, Appa. നിങ്ങളൊരു ടീനേജർ ആയ ഒരു മകനോ മകളോ ഉണ്ടായിരിക്കാം. കോളേജിലോ സ്കൂളിലോ കോളേജിൽ എന്തെങ്കിലും ഒരു നാണക്കേടോ ഒരു കുരുത്തക്കേടോ വട്ടവരെ ടീച്ചർമാർ നിങ്ങളെ വിളിച്ച് ശാസിച്ചു. നിങ്ങളുടെ കുട്ടി ഇങ്ങനെയാ. വൈകുന്നേരമായപ്പോൾ അവനവളോ വന്നിട്ട് ഡാഡി ഇങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് അപ്പാടെ കൈ പിടിച്ച് പറഞ്ഞു, അപ്പാ നിങ്ങൾ എന്താണോ വിളിക്കുന്നത്? അച്ചാച്ചാന്നോ? പത്താറ് ബേബി, ഐ എം സോറി, എനിക്ക് റിയലി തെറ്റുപറ്റി. എന്നിട്ട് അവനവളോ നിങ്ങളോട് ചേർത്ത് പിടിച്ച് കണ്ണുനീര് അവളുടെ കണ്ണിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ അവനോട് ചേർത്ത് പിടിച്ച് പറയും, മോനെ പോട്ടാ സാരമില്ലേ. അവളുടെ ഹൃദയം അവനോ അല്ലെങ്കിൽ ആ ആൺകുഞ്ഞ് അവന്റെ അപ്പനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ പോകുന്ന വികാരമാണ് അപ്പം. ദൈവകാലത്തിന് ഞങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദിസ് ഇസ് പ്രയർ. അല്ലാത്തതൊന്നും പ്രാർത്ഥനയല്ല. അല്ലാത്തതെല്ലാം ലേഖനങ്ങളും ചടങ്ങുകളും പള്ളികളിൽ കുർബാനകളിൽ വായിക്കുന്ന അതിനോട് തത്തുല്യമായ ഏതോ ഒന്നാണ്. അത് നിങ്ങൾ കോപ്പി അടിച്ച് നിങ്ങളുടെ പിതാവിനോട് പറയുന്നതല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അത് പറയുന്നതല്ല. ഇന്നു മുതൽ നിങ്ങൾ തീരുമാനിക്കുക, ഗോഡ് ഈസ് മൈ ഫാദർ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ ജനത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, മറ്റു ഒരുത്തന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന് അത്ര ജനിച്ചത്. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഥ പറഞ്ഞു, when you pray, നിങ്ങൾ
ഈ മീറ്റിംഗ് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പിതാവെന്ന നിലയിലോ ഒരു അമ്മ എന്ന നിലയിലോ നിങ്ങളുടെ മക്കളുമായിട്ട് ഇങ്ങനെ ആളായത് വിളിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഞങ്ങളെ അത് ഒരുപക്ഷെ ദൈവത്തിലേക്ക് കൂടുതൽ പക്ഷേ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മകനോ മകളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപക്ഷെ എന്നെക്കാളും അധികമായി അത് അനേക വർഷങ്ങൾ പിതാക്കന്മാരും മാതാക്കളുമായിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടാകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളതാണ്. ജീസസ് ആരെയാണ് പരിചയപ്പെടുത്തിയത്? സ്വർഗീയ പിതാവ്, അവർ ഫാദർ ഇൻ ഹെവൻ, thy kingdom come, thy will be done. പ്രിയമുള്ളവരെ, യോഹന്നാൻ അവന്റെ മാർവോട് ചാരിക്കൊണ്ടിരുന്നു. This is the spirit of prayer. The spirit of sonship is the spirit of prayer. ഞാൻ കഴിഞ്ഞാഴ്ച പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥനയിലേക്ക് വരാനായിട്ട് ഒരു കൊച്ചുകുട്ടിയാകാതെ പറ്റത്തില്ല. എട്ടാം സമയത്തിൽ ഒരു പ്രോപ്പർട്ടി എടുക്കണ്ട. അതിനകത്ത് കർത്താവിന്റെ നാമം ഭൂമിയിലൊക്കെ ശ്രേഷ്ഠമാകുന്ന പ്രോപ്പർട്ടി കണ്ടിട്ട് ആരെ തെരഞ്ഞെടുത്തറിയോ? നിന്റെ വഴികൾ നിമിത്തം, നിങ്ങൾ നിന്റെ വഴികൾ നിമിത്തം ശത്രുവിനെയും പകയെയും മിണ്ടാതാക്കുവാൻ, ബാക്കി പറ, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും ഭാവി അവൻ നിയമിച്ചു. ദൈവത്തിന് സാത്താന്റെ രാജ്യത്തെയും സകല ശക്തികളെയും തകർക്കാൻ ദൈവം തെരഞ്ഞെടുക്കുന്നത് ശിശുക്കളുടെയും മുലകുടിക്കുന്നതിന്റെയും ഭാവി നിയമിക്കാനാണ് ചെയ്യുന്നത്. പുതിയ നിങ്ങളുടെ പ്രാർത്ഥനയെ കുറിച്ചുള്ള ഏത് ഭാഗം നിങ്ങൾ ധ്യാനിക്കുക, അവിടെ എല്ലാം നിങ്ങൾ കാണും ദൈവം നിങ്ങളെ വിളിക്കുക. യോഹന്നാൻ സുവിശേഷത്തില് ദൈവം നിങ്ങളെ വിളിക്കുക. ആദ്യം പറഞ്ഞു കമാൻ സീ, 1-ാം അധ്യായം, കമാൻ സീ, കാണുക. അത് നിങ്ങൾ കേട്ടവരെ വർഷങ്ങൾക്ക് മുമ്പ്. നമ്മൾ കാണുന്നു കമാൻ റെസ്റ്റ്, എന്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം? വിശ്രമം തരാം. വീണ്ടും ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങത്തിരിക്കുമ്പോൾ നിങ്ങൾ ക്ഷീണിതരായി തീർന്നേക്കാം. കർത്ത പറയും കം അപ്പാർട്ട് ആൻഡ് ഹാവ് എ വെക്കേഷൻ ഫോർ സം ടൈം. ഇവിടെ വന്ന് അച്ഛൻ എന്ത് ചെയ്യുക? ആശ്വസിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾ കേൾക്കും കം ആൻഡ് ഡൈൻ വിത്ത് മീ, നിന്നോട് കൂടി വിരുന്ന് കഴിക്കുക. ആ വിരുന്നിലാണ് യോഹന്നാൻ ദൈവത്തോട് ചേർന്നിരുന്നത്. പ്രിയമുള്ളവരെ ചോദിക്കട്ടെ, അതെ, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. ഞാൻ ഒരിക്കലെ ചില ആഴ്ചകൾക്ക് മുമ്പ് ഹെലൻ റോസോവറിനെ കുറിച്ച് പറഞ്ഞു. അവർ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കടന്നുപോയി ആശുപത്രികൾ സ്ഥാപിച്ച് അനേകരെ ശുശ്രൂഷിക്കുക. അവിടെ വളരെ ഉൾപ്രദേശമാണ്. അവരുടെ ജീവിതത്തെ ഞങ്ങൾ വായിക്കാനുള്ള കാരണം ചോദിച്ചാൽ അവിടെ ഒരു സംഭവമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ളവരുണ്ടാകും. അവിടെ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, കാട്ടിലുണ്ടെന്ന്. അപ്പൊ ഈ കുഞ്ഞ് പ്രിമച്ചുറായതുകൊണ്ട് ആ അമ്മ മരിക്കുകയും ചെയ്യും. കുഞ്ഞ് പ്രിമച്ചുറായതുകൊണ്ട് ഒരു കോട്ട് വാട്ടർ ബോട്ടിൽ വേണം, കോട്ട് വാട്ടർ ബാഗ്, ചൂടുവെള്ളം. അവിടെ ഇക്വേറ്ററിനടുത്ത സ്ഥലം, അവിടെ ആരും കോട്ട് വാട്ടർ ബാഗൊന്നും ആരും കൊടുക്കത്തില്ല. ഈ മരിച്ചുപോയ കൊച്ചിന് ഒരു ചേച്ചിയുണ്ട്, 2 വയസ്സുള്ള കുട്ടി. അപ്പൊ ഈ ഹെലൻ റോസർ എന്ന് പറഞ്ഞ മിഷണറി ഈ 2 കൊച്ചുകളുമായിട്ട് നിൽക്കുക. 2 വയസ്സുള്ള കൊച്ച്, ഇപ്പൊ ഉണ്ടായ പ്രീമച്ചർ ബേബി. വേണ്ട എന്നറിയോ? ഹോട്ട് വാട്ടർ ബാഗ് അതവിടെ കിട്ടത്തില്ല. ഇവര് വളരെ ഉള്ളിലാണ്. വണ്ടികൾ വരുമെങ്കിലും അത് ഭയങ്കര പ്രയാസമാണ് അവിടെ കിട്ടാൻ. നമുക്കിവിടെ പ്രയാസമില്ല, അവർക്ക് അറിയാൻ കഴിക്കും. ആ കൂടെ 10 വയസ്സുള്ള കൊച്ചുണ്ട്, ശ്രദ്ധിക്കണമേ, 10 വയസ്സുള്ള കുട്ടി. അവർ പറഞ്ഞു ആന്റി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ നമ്മളല്ലേ അപ്പച്ച ഈ കൊച്ചിന് ഇന്ന് തന്നെ നീ ഹോട്ട് വാട്ടറായി കൊടുക്കണം. വെച്ചു നോക്കുക, ഇമ്പോസിബിൾ. അടുത്ത് ഒരു കാര്യം കൂടെ, കർത്താവേ ഈ ഹോട്ട് വാട്ടറായി കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ മൂത്ത വെച്ച് കരയാതിരിക്കാൻ ഒരു ഡോളും കൂടെ കൊണ്ടുവന്നേ കർത്താവേ. അതെപ്പോ വേണം? ഇന്ന് തന്നെ വേണം. വർഷങ്ങൾ വിഷ്ണയായിരിക്കുന്നവര് വീഴ്ച നോക്കുക, ഇവിടെ പ്രാർത്ഥന കേൾക്കുന്നത്. സമയങ്ങൾ കടന്നുപോയി. ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ ഒരു വണ്ടി വന്നു. ഒരു കൊറിയർമാൻ ഒരു വലിയ ബോക്സിട്ടങ്ങ് പോയി.
ഈ ഹെലൻ റോസവേർ കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചു, അനാഥ കുഞ്ഞുങ്ങളെ എല്ലാവരും വിളിച്ചിട്ട് പ്രാർത്ഥിച്ചോളം പറഞ്ഞപ്പോണ്ട് 5 മാസം മുമ്പ് യൂറോപ്പിൽ അയച്ച പാർസൽ, 5 മാസം മുമ്പ് യൂറോപ്പിൽ അയച്ച പാർസൽ അന്ന് വന്നേ ഉള്ളൂ. സാധനങ്ങൾ വന്നപ്പോ കുഷ്ഠരോഗികൾക്കുള്ള ചുറ്റിക്കെട്ടുന്ന ബാൻഡേജ് വന്നതൊക്കെയാണ്. തുറന്ന് സാധനം വന്നപ്പോൾ അതിനകത്തൊരു ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ടായിരുന്നു. അപ്പൊ കൊച്ചു പറഞ്ഞു, അന്നാൽ അതിനകത്ത് എന്നോടെ കാണും, ഡോളും കാണും. അങ്ങനെ സാധനങ്ങൾ മാറ്റിയെടുത്തപ്പോൾ അതിനകത്ത് ഒരു ഡോൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് ഇങ്ങനെയുള്ളവരെ ആവശ്യം, ദൈവത്തിന് ഇങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് കർത്താവ് നിങ്ങൾ തിരിഞ്ഞാരെ പോലെയായി തീരണം, ശിശുക്കളെ പോലെയായി തീരുന്നില്ല എങ്കിൽ. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇതിനെല്ലാം ഒരു മാതൃകയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പറഞ്ഞ എന്തുകൊണ്ട് ആത്മീയമായിട്ട് അങ്ങോട്ട് ഒരു സന്തോഷമില്ല, ആത്മീയമായിട്ട് അങ്ങോട്ട് ഞാൻ പറയാം. യേശു അതിരാവിലെ പ്രാർത്ഥിച്ചു, യേശു വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിച്ചു, യേശു ദൈവത്തിന്റെ മകനാകട്ടോ, യേശു അർദ്ധരാത്രി പ്രാർത്ഥിച്ചു, യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, യേശു 40 ദിവസം ഉപവാസത്തിൽ അവൻ തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചു. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം നിങ്ങൾ വായിക്കുക. സ്നാനത്തിലൂടെ അവൻ പ്രാർത്ഥിച്ചു, മരുമലയിൽ അവൻ പ്രാർത്ഥിച്ചു, ലാസറിന്റെ കലയുടെ മുമ്പിലും പൊതുസ്ഥലങ്ങളിലും അവൻ പ്രാർത്ഥിച്ചു. നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുകയാണെങ്കിൽ, അല്ലെ കൺകോണത്തുള്ളവർ പ്രേയർ നോക്കുക. ജീസസ് പ്രേഡ്, ജീസസ് പ്രേഡ്, ജീസസ് പ്രേഡ്, ജീസസ് പ്രേഡ്, ജീസസ് പ്രേഡ് തന്നെ. നമ്മൾ ചോദിക്കും, കർത്താവേ, നീ ഭൂമി വന്നപ്പോ നിനക്ക് ദൈവമായിട്ട് അതുപോലെ ബന്ധം ഉണ്ടായിരുന്നോണ്ട് ഞങ്ങളെ പോലുള്ള നോനാണോ? ഒരു വാക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 18-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 18-ാം വാക്യം. മതി ചേട്ടാ, അത് തനിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആരുടെ കൂടെ ഉണ്ട്? ശിഷ്യന്മാരുടെ കൂടെ ഉണ്ട്. അപ്പം യേശു ഒറ്റയ്ക്ക് മാത്രമല്ല തനിച്ച് പ്രാർത്ഥിച്ച്, ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുമ്പോഴും അവൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രിയമുള്ള, യേശുവിന്റെ മാതൃക നോക്കുക. യേശു രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചു, യേശു പരസ്യമായിട്ട് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. ചെല്ലവരെന്നറിയോ? കൂട്ടാമലങ്ങളും പ്രാർത്ഥിക്കപ്പെടുന്നവരെന്നറിയോ? ഇല്ലില്ല. ഞങ്ങൾ എന്ത് ചെയ്തുള്ളൂ? ഞങ്ങൾ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയ്ക്കുള്ളൂ. ഞങ്ങൾ കൂട്ടായ്മയില്ല. അവർ യേശുവിനെക്കാളും വലിയ ആളുകളാണ്. ചെല്ലുന്നവരെ തിരിച്ച അവർ കൂട്ടായ്മയിൽ മാത്രമേ പ്രാർത്ഥനയുള്ളൂ, ഒറ്റയ്ക്ക് പ്രാർത്ഥനയില്ല. ജീസസ് പ്രേഡ് ഇൻ സീക്രട്ട് ആൻഡ് ജീസസ് പ്രേഡ് വിത്ത് അതേഴ്സ് ഓൾസോ. യേശു രഹസ്യമായി പ്രാർത്ഥിച്ചു, യേശു എല്ലാവരെയും കൂടെയും പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഈ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളിങ്ങനെ കാണുന്നുണ്ട്, അനേക പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ യേശു, ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ യേശു പ്രാർത്ഥിക്കുക, പിതാവേ, സ്വർഗ്ഗത്തിൽ ഭൂമിക്കും കർത്താവായുള്ളവേ, ഇവൻ ഈ ജ്ഞാനികൾക്ക് ഉപയോഗിച്ച് മറച്ച് ശിശുക്കൾക്ക് ഏർപ്പെടുത്തിയ സ്തോത്രം. അല്ല, ഫ്ലാഷ് പ്രയർ. ഇതിന്റെ മധ്യത്തിൽ യേശു പ്രാർത്ഥിക്കുക. യോഹന്നാൻ 12 യവനന്മാർ വന്ന സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ലോകത്തിൽ തന്റെ പ്രാണനെ കളയുന്ന, രക്ഷിക്കുന്നതിനെ കളയുന്നൊക്കെ പറഞ്ഞേച്ച് യേശു പെട്ടെന്ന് പ്രാർത്ഥിക്കും, പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രിയമുള്ളവരെ, യേശുവിന് മറ്റു സമയത്ത് ഞാൻ യേശുവിന്റെ പ്രാർത്ഥനയെ കുറിച്ചുള്ള ഭാഗങ്ങൾ വായിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ റിയലി ഒരു ചലഞ്ചായിരുന്നു. എന്തുമാത്രം പ്രാവശ്യമറിയോ? ജീസസ് പ്രേഡ്, ജീസസ് പ്രേഡ്, ജീസസ് പ്രേഡ്, ജീസസ് പ്രേഡ്. പ്രിയമുള്ളവരെ, യേശു ദയാലയെ തീർന്നതിന്റെ, യേശു ലോകത്തെ കീഴടക്കുന്ന രഹസ്യമത. അതേ ബൈബിൾ നമ്മളെ ചോദിച്ച് ശ്രദ്ധിക്കണേ. രാവിലെ ഇറങ്ങിപ്പോകാൻ കർത്താവേ, നിനക്ക് എന്താ അറിയാമല്ലോ? രാത്രിയിൽ ഒരു 10:45 കഴിയുമ്പോഴത്തേന് വീണ്ടും രാവിലെ തന്നെ വാക്കിയ, കർത്താവേ, നിനക്കെല്ലാം അറിയാമല്ലോ. പ്രിയമുള്ളവരെ, ഇതുകൊണ്ടാണ് നമ്മൾ വരേണ്ടിയിരിക്കുന്നത്. ടൈം ടു പ്രേ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനി ഒരു ചോദ്യം കൂടെ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ? നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ? എത്തണോ? Jesus prayed for himself in Bethlehem.
നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് കൂട്ടാകുന്ന വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ സ്നേഹിതന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ചോദിക്കും, ഇതിനൊക്കെ എപ്പോഴാ സമയം? ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനും നിങ്ങൾ ദൈവം ആരോഗ്യം തന്നോണ്ടല്ലേ ഓട്ടം ഓടുന്നത്? പറ. ദൈവം ആരോഗ്യം തന്നോണ്ടല്ലേ നമുക്ക് സമയമില്ലാതെ? നമുക്ക് റിപ്പന്റ് ചെയ്യാൻ കർത്താവേ എന്ന പ്രാർത്ഥന ഇതാണ് ദൈവം ജനത്തിലെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഞാൻ ശിവസേനക്ക് ഒത്തിരി മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ പറഞ്ഞതെന്നറിയോ? ദൈവം ജനത്തിലെ സ്ഥിതി മാറ്റാൻ പോവുക. അറിയാലോ, നന്മ ചെയ്യാത്തവനെ നന്മ ചെയ്യുന്നവനായും പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിക്കുന്നവനായും ദൈവത്തെ അന്വേഷിക്കാത്തവനെ ദൈവത്തെ അന്വേഷിക്കുന്നവനായും മാറ്റുന്നതാണ് ദൈവം ജനത്തിലെ സ്ഥിതി മാറ്റുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ ലോകം നമ്മുടെ പിതാവ് കൊടുത്തവർക്കാണ്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് ആരെങ്കിലും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ലിസ്റ്റ് ഉണ്ടോ? നിങ്ങളുടെ ഏറ്റവും ശാസ്ത്രക്കാർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ പറയാം, ഞാൻ ഈ കൂടുതൽ ചോദ്യം ചോദിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് ഒന്നിങ്ങനെ പെരുമാറട്ടെ. യേശുവിന് സമയമുണ്ടായിരുന്നു. ദാനിയേലൊരു 5 രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിയായിരുന്നു, അവന് സമയമുണ്ടായിരുന്നു. മോശ 32 ലക്ഷം ജനത്തെ നടത്തിയവരാ, അവന് സമയമുണ്ടായിരുന്നു. പൗലോസ് അനേക സഭകളുടെ ഉത്തരവാദിത്തമുള്ളവരായിരുന്നു, അവന് സമയമുണ്ടായിരുന്നു. ദൈവത്തിന് മുമ്പാകെ